എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ വൊക്കാബുലറി ഇങ്ങനെ പഠിക്കാന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ PYQ എല്ലാം പഠിച്ചു പോവുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ SC ലെവലുള്ള ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കുന്നതാണ് സേഫ്. കാരണം SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമുകളിലൊക്കെ ചോദിക്കുന്നത് കേട്ടോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. Choose the word that can substitute the given sentence. A foolish or contemptible person. Foolish ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്താ പറയാ? വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഞാനിവിടെ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രം പറയാം കേട്ടോ. A foolish or contemptible person. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് ഷ്മുക്ക് എന്നാണ് പറയാ. എന്താ പറയാ? ഷ്മുക്ക് കേട്ടോ. അപ്പൊ ഫൂളിഷ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ വിഡ്ഢി ആയിട്ടുള്ള ഒരാളോട് നമ്മൾ ഒന്നും മിണ്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്ന് ഓർക്കാം കേട്ടോ. ഒന്നും മിണ്ടല്ലേ എന്നുള്ള രീതിയിൽ SCH എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഷ്മുക്ക് എന്നാണ് പറയാ. ഫൂളിഷ് ഓർ കണ്ടംപ്റ്റബിൾ പേഴ്സൺ എന്താ പറയാ? ഷ്മുക്ക് എന്നാണ്. ഓക്കെ. കാവിയറ്റ് എന്തായിരുന്നു? ഓപ്ഷൻ ഡി നോക്കിയേ. ഓപ്ഷൻ 4. കാവിയറ്റ് എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ് കേട്ടോ. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. കാവിയറ്റ് അല്ലെ, വാണിംഗ്. അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹു ലവ്സ് ബുക്ക്. ബുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ? ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ? നിങ്ങൾക്ക് അറിയായിരിക്കും. ബിബ്ലിയോഫൈൽ ആണ് അല്ലെ. ബിബ്ലിയോഫൈൽ. ഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലവിങ്. ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ലവിങ്. ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോൺ ലവിങ് അല്ലെ. അതേപോലെ തന്നെ ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ബുക്ക് ലവിങ് ആണ് ബിബ്ലിയോഫൈൽ. ഇനി ഓർക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ബുക്കായിട്ട് ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ. അടുത്ത ചോദ്യം നോക്കാം. അൽഗോഫോബിയ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പേടിയാ? അൽഗോഫോബിയ, ഫോബിയ ഓഫ് പെയിൻ ആണ്. പെയിനെ കുറിച്ചുള്ള പേടീനെയാണ് നമ്മൾ എന്ത് പറയാ? അൽഗോഫോബിയ എന്ന് പറയാ കേട്ടോ. അൽഗോഫോബിയ. ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് അൽഗുരിതം ആയിട്ടാണ് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത്. അൽഗോരിതം, ALGO എന്നുള്ള രീതിയിൽ കേട്ടോ. ഈ അൽഗോരിതം എഴുതി കഴിയുമ്പോൾ നമുക്ക് നല്ല കൈക്കൊക്കെ നല്ല പെയിൻ ആയിരിക്കും എന്ന് ഓർക്കാം. കുറെ അൽഗോരിതം എഴുതി കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല പെയിൻ ആയിരിക്കും. അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതേപോലെ പെയിൻ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അൽഗോഫോബിയ എന്ന് പറഞ്ഞാൽ ഫോബിയ ഓഫ് പെയിൻ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഗ്രാമർ ആൻഡ് വൊക്കാബുലറി കൂടിയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷിന്റെ കോഴ്സ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സാണ്. ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഗ്രാമർ ടോപ്പിക് വൈസ് ആയിട്ട് ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. വൊക്കാബുലറിയും ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റുന്ന രീതിയിൽ കണക്ഷൻസും കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 1 ഇയറിന്റെ വാലിഡിറ്റി ആണ്. 399 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. 10 രൂപ പ്ലാറ്റ്ഫോം ഫീ ആണ് വരുന്നത്. ഓക്കെ. PDF നോട്ട്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ബാച്ചും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കൂടിയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ കോഴ്സിന്റെയും വാലിഡിറ്റി 1 ഇയർ ആണ് വരുന്നത്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പൊ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സിന്റെയും കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ കമന്റ് നോക്കി കഴിയുമ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുവഴി ആപ്പിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കയറാം. വിച്ച് ടേം സിഗ്നിഫൈസ് എ ടെമ്പററി പ്രൊഹിബിഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. എന്താണ് അതിനെ പറയാ? നിയമപരമായിട്ട് ഒരു അവധി കൊടുക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു വാക്കിനെ നമ്മൾ എന്താ പറയാ? വേർഡ് എന്താണ്? മൊററ്റോറിയം അല്ലെ. മൊററ്റോറിയം. എ ടെമ്പററി പ്രൊഹിബിഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി താൽക്കാലികമായിട്ട് മാറ്റിവെക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് ഒരു അവധി കൊടുക്കുക. നമ്മുടെ കോവിഡിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ് അല്ലെ. മൊററ്റോറിയം കൊടുത്തിരുന്നു. നിയമപരമായിട്ടുള്ള അവധിയാണ് കേട്ടോ. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് കയറാം. എ സ്കൾപ്ചർ ഓർ മോഡൽ ഓഫ് എ പേഴ്സൺ. ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ആണ്. സ്കൾപ്ചർ ഓർ മോഡൽ ഓഫ് എ പേഴ്സൺ. നമ്മൾ ഈ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ കോലം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ഒരു കോലം അല്ലെങ്കിൽ ഒരാളുടെ ഒരു മോഡൽ എന്നൊക്കെ പറയില്ലേ, മോഡൽ ഓഫ് എ പേഴ്സൺ. അതിന് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ദാറ്റ് ഇസ് FEG. കിട്ടിയല്ലോ. FEG നമ്മൾ മുമ്പും ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എഫും FEG എന്ന് പറയുമ്പോൾ നമുക്ക് എഫും ജി എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. എഫും ജിയും, എഫിന്റെയും ജിയുടെയും ഒക്കെ ഒരു മോഡൽ ക്രിയേറ്റീവ് എന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം അല്ലെ. നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ട് എഫ് പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ FEG ആണ് കേട്ടോ. എഫും ജിയും ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഒരു മോഡലാണ്, ഒരു പേഴ്സന്റെയോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറിന്റെ ഒക്കെ ഒരു മോഡലിനെയാണ് നമ്മൾ എന്ത് പറയാ? FEG എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ്, despises or strongly prejudice against women. ഓക്കെ. വുമണ് ഇഷ്ടമില്ലാത്ത ഒരാള്, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വുമണ് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ എന്താ പറയാ? ഗൈനിസ്റ്റ് അല്ലെ. നമുക്കറിയാം ഗൈനക്കോളജി അല്ലെങ്കിൽ ഗൈനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കണക്റ്റഡ് വിത്ത് വിമൺ ആണ് അല്ലെ. അപ്പൊ മിസ്സോ ഗൈനിസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. എന്താണ്? മിസ്സോ ഗൈനിസ്റ്റ്. ഓക്കെ.
എ ന്യൂസ് ആർട്ടിക്കിൾ ദാറ്റ് റിപ്പോർട്ട്സ് ദി റീസെന്റ് ഡെത്ത് ഓഫ് എ പേഴ്സൺ. നിങ്ങൾക്ക് അറിയാലോ ആൻസർ എന്താ? ഒബിച്വറി ആണ് അല്ലെ, ഒബിച്വറി ആണ്. ന്യൂസ് ആർട്ടിക്കിൾ ദാറ്റ് റിപ്പോർട്ട്സ് ദി റീസെന്റ് ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഓക്കെ, അതിനെന്താ പറയുന്നത്? ഒബിച്വറി. നെക്സ്റ്റ് ഇസ് ആക്ഷൻ ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് സംതിങ്. ഓക്കെ, അതിനെ പറയുന്നത് ഡിസ്പോസൽ ആണ്. ഡിസ്പോസ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു അല്ലെ, ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ആക്ഷൻ ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് സംതിങ്, അതിനെ പറയുന്നത് ഡിസ്പോസൽ. അടുത്ത ചോദ്യം നോക്കാം. വൺ വേ ഓഫ് ഡെമോൺസ്ട്രേറ്റിംഗ് ദെയർ സപ്പോർട്ട് വാസ് ടു വെയർ ദി പാർട്ടി എംബ്ലം ഓഫ് റോയാലിറ്റി. പാർട്ടി എംബ്ലം ഓഫ് റോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാല് അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് റെഗാലിയ. വാട്ട് ഇസ് ഇറ്റ്? റെഗാലിയ. റെഗാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? അതായത് ഈ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്തിങ് ആയിരിക്കാം, ക്ലോത്ത്സ് ആയിരിക്കാം കേട്ടോ. ഈ രാജകീയമായിട്ടുള്ള അവരുടെ ഓരോ വസ്ത്രധാരണങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതേപോലെ ക്ലോത്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരിക്കാം, എംബ്ലം ആയിരിക്കാം, റോയൽ റൈറ്റ്സ് ഒക്കെ കാണിക്കുന്ന. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെഗാലിയ എന്ന് പറയാ കേട്ടോ. അപ്പൊ പാർട്ടി എംബ്ലം ഓഫ് റോയാലിറ്റി, രാജകീയമായിട്ടുള്ള സിമ്പിൾസോ അല്ലെങ്കിൽ എംബ്ലം അല്ലെങ്കിൽ ക്ലോത്തിങ്ങോ, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? റെഗാലിയ. റെഗാലിയ. അടുത്ത് നോക്കാം. The study of statistics such as births, deaths, income, or the incidence of disease, which illustrates the changing structure of human population. Okay, study of statistics such as birth, death, income. ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ? ഇങ്ങനെയുള്ള ഒരു പഠനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഡെമോഗ്രഫി ആണ് അല്ലെ. ഡെമോഗ്രഫി. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാലോ. ഗ്രാഫി ഉണ്ട്, ഡെമോഗ്രഫി എന്നാണ് പറയാ കേട്ടോ. എന്താ പറയാ? ഡെമോഗ്രഫി. A person who is blindly devoted to an idea. ഒരു പെർട്ടിക്കുലർ ഐഡിയയിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ എന്താണ് പറയാ? യെസ്, ബ്ലൈൻഡ്ലി ഒരു ഐഡിയ തന്നെ ബിലീവ് ചെയ്തിരിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നത് ഷൗവിനിസ്റ്റ് എന്ന് പറയൂ അല്ലെ. ഷൗവിനിസ്റ്റ് ആണ് കേട്ടോ. ഷൗവിനിസ്റ്റ്. സ്പെല്ലിംഗ് നോക്കുക, ചൗവിനിസ്റ്റ് കേട്ടോ. ചൗ, CHAUVINIST, ചൗവിനിസ്റ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഐഡിയയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നത് ഷൗവിനിസ്റ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് റീകളക്ട് ചെയ്യാം കേട്ടോ. ഫൂളിഷ് ഓർ കണ്ടംപ്റ്റബിൾ പേഴ്സൺ, എന്താ പറയുന്നത്? ഷ്മുക്ക് എന്ന് പറയൂ അല്ലെ. ഷ്മിണ്ടല്ലേ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. പിന്നെ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് എന്താ? ബിബ്ലിയോഫൈൽ ആണ്. ആൽഗോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോബിയ ഓഫ് പെയിൻ. നമ്മുടെ ആൽഗോരിതം ആയിട്ട് ഓർത്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് ടെമ്പററി പ്രൊഹിബിഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി, മൊററ്റോറിയം അല്ലെ, നിയമപരമായിട്ടുള്ള അവധി. സ്കൾപ്ചർ ഓർ മോഡൽ ഓഫ് എ പേഴ്സൺ, എഫിജി. കോലം കത്തിക്കുക എന്നൊക്കെ പറയുന്നതിനാണ് എഫിജി കേട്ടോ. എഫിജി. ഇപ്പൊ ഒരാളുടെ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? എഫിജി എന്ന് പറയാ. പേഴ്സൺ ഹു ഡിസ്ലൈക്സ്, ഡിസ്പൈസസ് ഓർ സ്ട്രോങ്ലി പ്രിജുഡൈസ് അഗെയിൻസ്റ്റ് വിമൻ, മിസോഗൈനിസ്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് മിസോഗൈനിസ്റ്റ്. A news article that reports the recent death of a person. Recent death of a person പറയുന്നത് obituary അല്ലെ. Action of getting rid of something, disposal. Okay, dispose ചെയ്യുക, disposal. പാർട്ടി എംബ്ലം ഓഫ് റോയാലിറ്റിന് എന്താ പറയാ? റിഗാലിയ എന്ന് പറയൂ അല്ലെ. റിഗാലിയ. എല്ലാവരും ഒന്ന് പഠിക്കണേ, റിഗാലിയ. ഇനി സ്റ്റഡി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ബർത്ത്, ഡെത്ത്സ്, ഇൻകം ഓർ ദി ഇൻസിഡൻസ് ഓഫ് ഡിസീസ് വിച്ച് ഇലുസ്ട്രേറ്റ്സ് എ ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷന്റെ സ്ട്രക്ചറിനെ മാറ്റുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു പഠനം, അതിനെന്താ പറയാ? ഡെമോഗ്രഫി. ഡെമോഗ്രഫി. നെക്സ്റ്റ് a person who is blindly devoted to an area, chauvinist ആണ് അല്ലെ. chauvinist. നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദി വേർഡ് വിച്ച് മീൻസ് സെയിം ആസ് ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ്. ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസിന് നമ്മൾ എന്താ പറയാ? ഓർച്ചാർഡ് എന്ന് പറയും അല്ലെ. ഓർച്ചാർഡ് ആണ് കേട്ടോ. അപ്പൊ ഓറഞ്ച് ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഫ്രൂട്ട് ട്രീസ് അല്ലേ, അപ്പൊ നമുക്ക് ഓറഞ്ച് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഓർച്ചാർഡ് എന്നാണ് പറയാ. ഇറ്റ്സ് ഓപ്ഷൻ 4. ഹി വാസ് അറസ്റ്റഡ് ഫോർ ദി മർഡർ ഓഫ് ദി കിങ്. മർഡർ ഓഫ് ദി കിങ്ങിന് എന്താ പറയുന്നത്? കിങ് രാജി വെച്ചില്ല, അതുകൊണ്ട് തന്നെ കൊന്നു എന്ന് ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ റെജിസൈഡ് ആണ്. രാജിയായിട്ടൊന്ന് ഓർത്ത് വെക്കാം, റെജിസൈഡ് ആണ്. ഓക്കെ. കമൻസ്മെന്റ് ഓഫ് അഡ്ജസന്റ് വേർഡ്സ് വിത്ത് സെയിം ലെറ്റർ, അതിനെന്താണ് പറയാ? ഓക്കെ, കമൻസ്മെന്റ് ഓഫ് അഡ്ജസന്റ് വേർഡ്സ് വിത്ത് സെയിം ലെറ്റർ. പോരട്ടെ, അതിനെ പറയുന്നത് അലിറ്ററേഷൻ. എന്താ പറയാ? അലിറ്ററേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീ ഷോർ അല്ലെ. എല്ലായിടത്തും എസ് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്ജസന്റ് വേർഡ്സ് എല്ലാം അടുപ്പിച്ചുള്ള അഡ്ജസന്റ് വേർഡ്സ് എല്ലാം സെയിം ലെറ്ററിലാണ് തുടങ്ങിയിട്ടുള്ളത്, എസ് വെച്ചിട്ടാണ് അല്ലെ. ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീ ഷോർ. അപ്പൊ ഇതെല്ലാം അലിറ്ററേഷന്റെ എക്സാമ്പിൾ ആണ്. ഇതേപോലെയുള്ള എക്സാമ്പിൾ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പഠിച്ചോണേ.
പോളിഗ്ലോട്ട് ഒരുപാട് തവണ നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗ്ലോട്ട് ലോട്ട് ഓഫ് ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെന്നൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്പീക്സ് മെനി ലാംഗ്വേജസ്. അപ്പോ വൺ ഹു സ്പീക്സ് മെനി ലാംഗ്വേജസ് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിഗ്ലോട്ട് എന്ന് പറയാ. ലോട്ട് ഓഫ് ലാംഗ്വേജസ് അറിയാവുന്ന ഒരാളാണെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം. എ പേഴ്സൺ ടു ഹൂം ലൈസൻസ് ഇസ് ഗ്രാന്റഡ്. പേഴ്സൺ ടു ഹൂം ലൈസൻസ് ഇസ് ഗ്രാന്റഡ്. അങ്ങനെ ഒരാളെ നമ്മൾ എന്താ പറയാ? ലൈസൻസി എന്നാണ് പറയാ കേട്ടോ. എന്താ പറയാ? ലൈസൻസി. ഫിയർ ഓഫ് ഹൈറ്റ്സിനെ കുറിച്ചുള്ള പേടി. എന്ത് ഫോബിയാണത്? അത് ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്രോബാറ്റിക്സ് ആയിട്ടൊക്കെ ഓർക്കാലോ. അക്രോഫോബിയ അല്ലെ. അക്രോഫോബിയ ആണ് കേട്ടോ. ഫിയർ ഓഫ് ഹൈറ്റ്സിന് നമ്മൾ എന്താ പറയാ? അക്രോഫോബിയ. അക്രോബാറ്റിക്സ് ആയിട്ടൊക്കെ ഓർത്തു വെക്കാം. ക്ലോസ്ട്രോഫോബിയ നിങ്ങൾക്ക് അറിയാവോ? ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ചുള്ള പേടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ റൂമിൽ അകപ്പെട്ടു പോവോ അങ്ങനെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള കൺഫൈൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പേടിനെയാണ് നമ്മൾ എന്താ പറയാ? ക്ലോസ്ട്രോഫോബിയ എന്ന് പറയാ. ഇതും PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നോക്കാം. A speech delivered without any previous preparation. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ SSCയുടെ PYQ ആണ് കേട്ടോ. അതിനെന്താ പറയുന്നത്? യെസ്, എക്സ്റ്റംബർ. എന്താ പറയാ? എക്സ്റ്റംബർ അല്ലെ. അപ്പൊ ഒരാളുടെ ഫസ്റ്റ് സ്പീച്ചിനെ നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് സ്പീച്ച് മെയ്ഡൻ എന്ന് പറയും. ഇത് തമ്മിൽ മാറിപ്പോരുത്. പ്രിപ്പറേഷൻ ഇല്ലാത്തൊരു സ്പീച്ചിനെ പറയുന്നത് എക്സ്റ്റംബർ എന്നാണ് പറയാ. അതേസമയം ഒരാളുടെ ഫസ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് മെയ്ഡൻ എന്നാണ് പറയാ കേട്ടോ. ആദ്യത്തെ ബിറ്റർ ആൻഡ് വയലന്റ് അറ്റാക്സ് ഇൻ വേർഡ് ഓർ റൈറ്റിംഗ്. ഓക്കെ, അതിനെന്താ പറയാ? വരട്ടെ. ബിറ്റർ ആൻഡ് വയലന്റ് അറ്റാക്സ് ഇൻ വേർഡ് ഓർ റൈറ്റിംഗ്. എഴുത്തിലൂടെയോ പറച്ചിലൂടെയോ ഒക്കെ യൂസ് ചെയ്യുന്ന തീവ്രമായിട്ടുള്ള അധിക്ഷേപം എന്നൊക്കെ നമുക്ക് പറയാം. അതിനെ പറയുന്നത് ഡയട്രൈബ് എന്നാണ് പറയാ. എന്താ പറയാ? ഡയട്രൈബ്. എന്റെ കൂടെ തന്നെ പഠിക്കുക. ബിറ്റർ ആൻഡ് വയലന്റ് അറ്റാക്ക് ഇൻ വേർഡ് ഓർ റൈറ്റിംഗ്. നമ്മുടെ വർത്താനത്തിലോ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അധിക്ഷേപം എന്നുള്ള രീതിയിൽ പറയില്ലേ, അതിനെ പറയുന്ന വേർഡ്സ്, അതിനെയാണ് നമ്മൾ പറയാ ഡയട്രൈബ്. ഓക്കെ, ഡയട്രൈബ്. എ പീരിയഡ് ഓഫ് ഡ്രൈ വെതർ ദാറ്റ് ഇസ് ഇൻജൂറിയസ് ടു ക്രോപ്പ്. നിങ്ങൾക്ക് അറിയായിരിക്കും അതിനെ പറയുന്നത് എന്താണ്? ഡ്രൗട്ട് ആണ് അല്ലെ. ഡ്രൗട്ട് ആണ് കേട്ടോ. ഇറ്റ്സ് ഓപ്ഷൻ 4 ഡ്രൗട്ട് ആണ്. വൺ ഹൂസ് ഔട്ട്സ്പോക്കൺ ആൻഡ് ഔട്ട് ഗോയിങ്. ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന, ധാരാളം സംസാരിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു വേർഡാണ് എന്താ? ലൊക്കേഷ്യസ് എന്ന് പറയാറുണ്ട്, വെർബോസ് എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു വേർഡും കൂടി ഉണ്ടല്ലോ. എന്താണത്? എക്സ്ട്രോവേർട്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രോവേർട്ട് എന്ന് പറയും, ലൊക്കേഷ്യസ് എന്ന് പറയും. അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, an extra profit or allowance additional to a main income etc. ഒരു എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്രോഫിറ്റ്, നമ്മുടെ മെയിൻ ഇൻകത്തിന് അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു അലവൻസിനെ എന്താണ് പറയാ? അതിനെ പറയുന്നത് പെർക്വിസൈറ്റ്. എന്താ പറയാ? പെർക്വിസൈറ്റ് കേട്ടോ. പെർക്വിസൈറ്റ്. അപ്പോ സാധാരണ കൊടുക്കുന്ന ഇൻകത്തിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഫിറ്റിനെ എന്താ പറയാ? പെർക്വിസൈറ്റ് എന്നാണ് പറയാ. പെർക്വിസൈറ്റ്. ഓക്കെ. ആൻ ഇൽ ടെമ്പേർഡ് സ്കോൾഡിംഗ് വുമൺ. എപ്പോഴും വളരെ ദേഷ്യത്തോടെ സ്കോൾഡ് ചെയ്യുന്ന ഒരു വുമണിനെ എന്താണ് പറയാ? യെസ്, അതായത് അവരെ നമുക്ക് നല്ല ഒരു പ്രാവശ്യം PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വളരെ ബലമുള്ള ഒരു സ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുരുഷന്മാരുടെ പോലെ അത്രയും ബലമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സ്കോൾഡ് ചെയ്ത് കിടക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന ഉള്ള ഒരു വുമണിനെ നമ്മൾ പറയുന്നത് വിറാഗോ. എന്താ പറയാ? വിറാഗോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങളെ പോലെ നല്ല ശരീരബലമുള്ള ഒരു സ്ത്രീയെ പറയുന്നത് വിറാഗോ. അവർക്ക് വേണമെങ്കിൽ വിറക് പോലും മുറിക്കാൻ പറ്റും, അത്രയും പവറുള്ള ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ ഓർക്കാം. വിറാഗോ കേട്ടോ. അതേപോലെ തന്നെ ഇൽ ടെമ്പേർഡ് സ്കോൾഡിംഗ് വുമൺ എന്നാ പറയുന്നത് വിറാഗോ. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, ഇൽ ടെമ്പേർഡ് സ്കോൾഡിംഗ് വുമൺ കേട്ടോ. അപ്പൊ ദേഷ്യം വരുമ്പോ അവര് ചിലപ്പോൾ വിറക് എടുത്തിട്ട് അടിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. വിറാഗോ. നെക്സ്റ്റ് is one who goes from place to place begging. Okay, one who goes from place to place begging. അങ്ങനെയുള്ള ഒരാളെ പറയുന്നത് മെൻഡിക്കന്റ്. എന്താ പറയാ? മെൻഡിക്കന്റ്. ഓക്കെ, മെൻഡിക്കന്റ്. വൺ ഹു ഗോസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ബെഗ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളെ പറയുന്നത് എന്താണ്? മെൻഡിക്കന്റ് എന്നാണ് പറയാ കേട്ടോ. മെൻഡിക്കന്റ്. സ്റ്റോറി ഇൻ വിച്ച് ഐഡിയാസ് ആർ സിംബിളൈസ്ഡ് ആസ് പീപ്പിൾ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്റ്റോറിനെ പറയുന്നത് അലിഗോറി. എന്താ പറയാ? അലിഗോറി. അപ്പൊ സ്റ്റോറി ഇൻ വിച്ച് ഐഡിയാസ് ആർ സിംപ്ലൈസ്ഡ് ആസ് പീപ്പിൾ. ഐഡിയാസ് ആർ സിംപ്ലൈസ്ഡ് ആസ് പീപ്പിൾ എന്ന് പറയുന്നത് അലിഗോറി. ഇങ്ങനെയുള്ളൊരു കഥയെ പറയുന്നത് എന്താണ്? അലിഗോറി. ഓക്കെ,
ഇനി എന്താ പറയാ നെക്സ്റ്റ് വൺ മിക്സ്ചർ ഓഫ് മെറ്റൽസിന്റെ മിക്സ്ചർ എന്താ പറയാ എലോയ് എന്നാണ് പറയാ അല്ലെ എലോയ് എന്നാണ് പറയാ A narrow valley with steep sides and a river running through it. A narrow valley with steep sides and a river running through it. അതിനെ പറയുന്നത് ഗോർജ് എന്നാണ് പറയാ. ഓക്കെ, ഗോർജ് കേട്ടോ. അപ്പൊ ഗോർജ് എന്ന് പറഞ്ഞാല് മലയിടുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മലയിടുക്ക്, റിവർ വാലി വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആൻഡ് റിവർ റണ്ണിങ് ത്രൂ ഇറ്റ്, അതിനെയാണ് പറയുന്നത് ജോർജ് അല്ല കേട്ടോ, ഗോർജ്. ഇനി a social system that gives power and control to men rather than women. ഓക്കെ, മെന്നിന് എല്ലാ ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത് മെന്നാണ് അവിടുത്തെ സുപ്രീം പവർ അല്ലെ. അപ്പോ ആണുങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ പാട്രിയാർക്കി അല്ലെ, പാട്രിയാർക്കി. പെറ്റേണൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെറ്റേണൽ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിലേറ്റീവ്സ് അല്ലെങ്കിൽ റിലേഷനൊക്കെ നമ്മൾ പറയുന്നല്ലേ പെറ്റേണൽ, അതേപോലെ തന്നെ പാട്രിയാർക്കി കേട്ടോ. അപ്പോ സോഷ്യൽ സിസ്റ്റം ദാറ്റ് ഗീവ്സ് പവർ ആൻഡ് കൺട്രോൾ ടു മെൻ റാദർ ദാൻ വുമൺ, അതിനെ പറയുന്നത് പെട്രിയാർക്കി. ഫിയർ ഓഫ് സ്നേക്സ് കടിക്കുക എന്നുള്ള ഒരു പേടി അല്ലെ. സ്നേക്ക് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഓഫ് ആവും എന്നൊക്കെ ഓർത്ത് വെക്കും. ഒഫീഡിയോഫോബിയ ആണ് കേട്ടോ, ഒഫീഡിയോഫോബിയ. ഇറ്റ്സ് ഓപ്ഷൻ 3. ഫിയർ ഓഫ് സ്നേക്സ് എന്താണ്? ഒഫീഡിയോഫോബിയ. വൺ ഹൂസ് അഗെയിൻസ്റ്റ് റിലീജിയൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ പറയുന്നത് ഹെറിറ്റിക് ആണ്. ഹെറിറ്റിക്. അപ്പൊ ഹെറിറ്റിക്, ഓക്കെ. വൺ ഹൂസ് അഗെയിൻസ്റ്റ് റിലീജിയൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്താ പറയാ? ഹെറിറ്റിക്. ആൻ ഇമാജിനറി പെർഫെക്റ്റ് സ്റ്റേറ്റ് ഓർ പ്ലേസ്, നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനെ പറയുന്നത് ഉട്ടോപ്പിയ അല്ലെ. ഇമാജിനറി പ്ലേസ് ആണ്, ഇമാജിനറി പെർഫെക്റ്റ് സ്റ്റേറ്റ് ഓർ പ്ലേസിനെ പറയുന്നത് ഉട്ടോപ്പിയ. പേഴ്സൺ ഹൂസ് ട്രേഡ് ഇസ് ഫിറ്റിംഗ് ഗ്ലാസ് ഇൻ ടു വിൻഡോസ് ആൻഡ് ഡോർസ്. ഓക്കെ, ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വിൻഡോസിനെയും ഡോർസിന്റെ ഇടയിലൊക്കെ വെക്കില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളെ പറയുന്നത് എന്താ പറയാ? ഗ്ലേസിയർ ആണ്. ഇറ്റ്സ് ഓപ്ഷൻ 4, ഗ്ലേസിയർ കേട്ടോ. നമ്മുടെ GLACIER അല്ല, അത് ഹിമാനികളാണ്. ഇത് ഗ്ലേസിയർ ആണ്. ഗ്ലാസ് വെക്കുന്ന ഒരാളെ എന്നുള്ള രീതിയിൽ ഓർക്കാം, ഗ്ലേസിയർ കേട്ടോ. എ പേഴ്സൺ ഹൂസ് ട്രേഡ് ഇസ് ഫിറ്റിംഗ് ഗ്ലാസ് ഇൻ ടു വിൻഡോസ് ആൻഡ് ഡോർസ്, എന്താ പറയാ? ഗ്ലേസിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അൺഫോർസീൻ ഹാപ്പനിങ് വിച്ച് ക്രിയേറ്റ് സം ഡാമേജ്. അതായത് നമ്മളിങ്ങനെ പറയില്ലേ, ദുർഭാഗ്യം എന്നൊക്കെ പറയില്ലേ, ദുർഭാഗ്യം അല്ലെങ്കിൽ ഒരു ആപത്ത്, അത്യാഹിതം എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് ഏതാണ്? മിസ് ഹാപ്പ്. എങ്ങനെ അത് ഹാപ്പൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് ഓർക്കാം കേട്ടോ. അൺഫോർസീൻ ഹാപ്പനിങ് അല്ലേ, അപ്പൊ എങ്ങനെ അത് ഹാപ്പൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം, മിസ് ഹാപ്പ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഫ്രീ ടൈം അറ്റ് വൺസ് ഓൺ ഡിസ്പോസൽ. ഫ്രീ ടൈം ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, അതിന് നമ്മൾ പറയുന്നത് ലെഷർ ആണ് അല്ലെ. ലെഷർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ലെഷർ ടൈം ആണെന്നൊക്കെ പറയാറുണ്ട്. ഫോർമൽ റെസിഗ്നേഷൻ ആൻഡ് റിനൗൺസിയേഷൻ ഓഫ് പവേഴ്സ്, അതിനെ പറയുന്നത് എന്താ പറയാ? അബ്ഡിക്കേഷൻ അല്ലെ. രാജാക്കന്മാര് പദവി ഉപേക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് അല്ലെ, അബ്ഡിക്കേഷൻ. എന്താണ് അബ്ഡിക്കേഷൻ? അബ്ഡിക്കേറ്റ് ചെയ്യുക, ഒഴിഞ്ഞു മാറുക അല്ലെ. അവരുടെ സ്വയമായിട്ട് ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ സ്ഥാനത്തിൽ നിന്ന് പിന്മാറുക, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അബ്ഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്ഡിക്കേഷൻ. ഇനി ഇവിടെ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. എ പ്ലേസ് ഫോർ കീപ്പിംഗ് ഡെഡ് ബോഡീസ് ബിഫോർ ബറിയൽ, അതിനെ നമ്മൾ പറയുന്നത് മോർച്ചറി ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അപ്പോൾ 3 ആണ് വരുന്നത്. ആനിമൽ ദാറ്റ് ക്യാൻ ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ എന്താണ്? ആംഫിബിയൻസ് എന്നാണ് പറയുക. ഇവിടെ ഓപ്ഷൻ 4. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഡിസീസസ്, അതിനെ പറയുന്നത് സ്കിൻ അല്ലെ, ഡെർമറ്റോളജി. വൺ ഹു ഡസ് നോട്ട് ഫോളോ ദി യൂഷ്വൽ റൂൾസ് ഓഫ് സോഷ്യൽ ലൈഫ്, ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത് ബൊഹിമിയൻ എന്നാണ് പറയുക. അതായത് മെയിനായിട്ട് ഈ ആർട്ടിസ്റ്റ് ഒക്കെ അവര് നമ്മളെല്ലാവരും ജീവിക്കുന്ന പോലത്തെ എന്താ പറയാ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കില്ല, തോന്നിയ പോലെയൊക്കെ ആയിരിക്കില്ല. അപ്പൊ അതേപോലെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, ബൊഹിമീൻ ആണ് കേട്ടോ. വൺ ഹു ഡസ് നോട്ട് ഫോളോ ദി യൂഷ്വൽ റൂൾസ് ഓഫ് സോഷ്യൽ ലൈഫ്, ഓക്കെ, അങ്ങനെയുള്ള ഒരാളെ പറയുന്നത് ബൊഹിമിയൻ എന്നാണ് പറയുക. ഓക്കെ. ദ സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് റൈറ്റിംഗ് ആൻഡ് സ്ക്രിപ്ചേഴ്സ്, അതിനെ പറയുന്നത് പാലിയോഗ്രഫി അല്ലെ, പാലിയോഗ്രഫി. ദ സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് റൈറ്റിംഗ്സ് ആൻഡ് സ്ക്രിപ്ചേഴ്സ്, പാലിയോഗ്രഫി. വിത്തൗട്ട് റിസ്ക് ഓഫ് പണിഷ്മെന്റ്, എന്താണ് പറയാ? വിത്തൗട്ട് റിസ്ക് ഓഫ് പണിഷ്മെന്റ് എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ അതിനെ പറയുന്നത് കറക്റ്റ് ആണ്, ഇംപ്യൂണിറ്റി അല്ലെ, ഇംപ്യൂണിറ്റി. ഓക്കെ, അതായത് ശിക്ഷാഭീതി ഇല്ലാത്ത, ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ധൈര്യം, അതിനെയാണ് എന്ത് പറയാ? വിത്തൗട്ട് റിസ്ക് ഓഫ് പണിഷ്മെന്റ്. നമ്മളെ ശിക്ഷിക്കില്ല എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല, അതിനെ പറയുന്നതാണ് ഇംപ്യൂണിറ്റി. നമുക്ക് പണിഷ്മെന്റ് കിട്ടില്ല എന്ന് തന്നെ ഓർത്തു വെക്കാം അല്ലെ, ഇംപ്യൂണിറ്റി. പണിഷ്മെന്റ് കിട്ടില്ല എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇംപ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിസ്ക് ഓഫ് പണിഷ്മെന്റ്. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദർ,
ഞാൻ പറഞ്ഞു നമ്മള് പാറ്റേണൽ എന്നുള്ള രീതിയിൽ തന്നെ ഓർത്ത് വയ്ക്കാം. പാട്രിസൈഡ് അല്ലെ, പാട്രിസൈഡ്. ദ സൂപ്പർവൈസിംഗ് പേഴ്സൺ ഡ്യൂറിംഗ് ആൻ എക്സാമിനേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആരാണത്? ഇൻവിജിലേറ്റർ. ഓക്കെ, ഇൻവിജിലേറ്റർ. നെക്സ്റ്റ് നോക്കാം. ദ സ്റ്റഡി ഓഫ് മൈൻഡിനെ കുറിച്ചുള്ള പഠനം സൈക്കോളജി അല്ലെ. സൈക്കോളജിയുടെ സ്പെല്ലിംഗ് നോക്കുക, PSYCHOLOGY കേട്ടോ, സൈക്കോളജി. പേഴ്സൺ ഹു ഫ്ലാറ്റേഴ്സ് അതേഴ്സ് ഫോർ പേഴ്സണൽ മോട്ടീവ്സ്. ഓക്കെ, അതായത് ഒരാളിങ്ങനെ പൊക്കി പറയാം, ഒരാളെ കുറിച്ച് പൊങ്ങച്ചം പറയുക, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ പൊക്കി പറയാം, അങ്ങനെയുള്ള ഒരാളെ പറയുന്നതാണ് സൈക്കോഫെന്റ്. മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട്. സൈക്കോഫെന്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുന്ന, പോംപസ് അല്ലെ, പോംപസ് എന്ന് പറയാം. പോംപസ് എന്ന് പറയുമ്പോൾ പോ വെച്ചിട്ട് തന്നെ പൊങ്ങച്ചം, പോംപസ് പൊങ്ങച്ചം, സൈക്കോഫെന്റ്. അതേപോലെ തന്നെ ഫ്ലാറ്ററർ അല്ലെ, ഫ്ലാറ്ററർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ് അല്ലെ, പൊങ്ങച്ചം പറയുന്ന. അപ്പോ മറ്റുള്ള ഒരാളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് പൊങ്ങച്ചം പറയുന്ന ഒരാളെ പറയുന്നതാണ് സൈക്കോഫെന്റ് കേട്ടോ. ആൻ ഐഡിയ ഓർ ബിലീഫ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ, അതായത് സത്യമല്ലാത്ത ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ഐഡിയനെ നമ്മൾ പറയുന്നത് ഇല്യൂഷൻ എന്ന് പറയും അല്ലെ, ഇല്യൂഷൻ ആണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി നെർവസ് സിസ്റ്റം ആൻഡ് ബ്രെയിൻ, അതിനെന്താ പറയാ? ന്യൂറോ സയൻസ്. ഓക്കെ, നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചും ബ്രെയിനിനെ കുറിച്ചും, ന്യൂറോ നമ്മൾ പറയുമല്ലോ ബ്രെയിനെ കുറിച്ചും അല്ലെ, അപ്പൊ ന്യൂറോ സയൻസ് ആണ് കേട്ടോ. A sudden violent event that brings about great loss or destruction. ഓക്കെ, മഹാവിപത്ത് എന്ന് നമ്മൾ പറയുന്നത് കാറ്റസ്ട്രോഫെ. സ്പെല്ലിംഗ് നോക്കുക, കാറ്റസ്ട്രോഫെ കേട്ടോ. കാറ്റസ്ട്രോഫെ, CATASTROPHE ആണ്. കാറ്റസ്ട്രോഫെ, F ഒന്നും ഇല്ല കേട്ടോ, കാറ്റസ്ട്രോഫെ, PHE. വൺ ഹു സ്റ്റഡീസ് ദി സയൻസ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ. ഒരാളുടെ ക്യാരക്ടറിനെ കുറിച്ചോ ബിഹേവിയറിനെ കുറിച്ചോ പഠിക്കുന്ന ഒരാളെ പറയുന്നത് എന്താ? എത്തോളജിസ്റ്റ് ആണ്, എത്തോളജിസ്റ്റ് കേട്ടോ. ഒരാളുടെ ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എത്തിക്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ എത്തിക്സ് പോലെ എത്തോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ. എത്തോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്. എത്തിക്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ആനിമൽ ലിവിംഗ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു ആംഫിബിയൻ ആണെന്ന് പറഞ്ഞു അല്ലെ, ആംഫിബിയൻ. വേർഡ് സ്പെൽഡ് ആൻഡ് പ്രൊനൗൺസ്ഡ് സിമിലർ ബട്ട് ഡിഫറെന്റ് ഇൻ മീനിങ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വേർഡിനെ നമ്മൾ എന്താണ് പറയാ? ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനെ പറയുന്നത് ഹോമോണിം എന്നാണ് പറയാ അല്ലെ, ഹോമോണിം. എന്താണ് പറയാ? ഹോമോണിം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോളും ബാറ്റിലെ ബാറ്റ് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു ബേർഡ് ഉണ്ടല്ലോ, ഫ്ലൈയിങ് ഒരു മാമൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ അല്ലെ ബാറ്റ് എന്ന് പറയും, നമ്മുടെ വവ്വാല് പറയും അല്ലെ. അപ്പൊ ഹോമോണിം എന്ന് പറഞ്ഞാൽ ഒരേപോലെ പറയുന്ന പക്ഷെ ഡിഫറെന്റ് മീനിങ് ആണ് കേട്ടോ, അതിനെയാണ് ഹോമോണിം എന്ന് പറയാ. പ്ലാന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ, എന്താ പറയുന്നേ? ഫ്ലോറ. പ്ലാന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ, ഫ്ലോറ. ഫ്ലോറിലൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. കാരണം ഈ ഫ്ലോറയും ഫൗനയും വേണമെങ്കിൽ മാറിപ്പോകും. ഫൗന എന്ന് പറയുന്നത് ആനിമൽസ് ആണ്, മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഫ്ലോറിലുള്ള പ്ലാന്റ്സ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. വൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്. 2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബൈ വെച്ചിട്ടായിരിക്കും അല്ലെ, ബൈലിംഗ്വൽ ആണ് കേട്ടോ, ബൈലിംഗ്വൽ ആണ്. വൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തീരുന്നില്ല. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ കാര്യം മറക്കാണ്ട്, ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഇനി ഇംഗ്ലീഷിൽ മാർക്ക് പോകുന്നുള്ള പേടി വേണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.